നമ്മൾ നേരത്തെ നടന്ന വിവാദങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ. കഴിഞ്ഞ പൂരക്കാലവുമായി ബന്ധപ്പെട്ട് 2024 തൃശൂർ പൂരത്തിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നത് നമ്മളൊരു എക്സ്പ്ലെയിനറിലൂടെയാണ് ഇനി പരിശോധിക്കുന്നത്. തൃശൂർ പൂരം ദിനത്തിൽ ഏറ്റവും ആദ്യം വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടുക ഘടകപൂരമായ കണിമംഗലം ശാസ്താവാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 19-ന് ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് എത്തിയപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഗതാഗത ക്രമീകരണം ഒരുക്കാത്തതിനാൽ നിറയെ വാഹനങ്ങൾ. വലിയ തിരക്കിൽപ്പെട്ട് ബസ്സുകൾക്കിടയിലൂടെ പെടാപ്പാടുപെട്ടാണ് കണിമംഗലം ശാസ്താവ് പൂരം ക്ഷേത്രത്തിലെത്തിയത്. പൂരം ദിനത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ആദ്യ വീഴ്ച അതായിരുന്നു. സ്വരാജ് റൗണ്ടിലേക്കുള്ള 16 വഴികളിലും ഗതാഗതം തടയാറുണ്ട് പതിവായി. രാവിലെ 6:30 തൊട്ടേ വാഹനങ്ങൾ കടത്തിവിടാറില്ല. എന്നാൽ അതൊന്നും കഴിഞ്ഞ വർഷം അവിടെ നടപ്പാക്കിയില്ല. തെക്കേ ഗോപുരം വഴി ഘടകപൂരം അകത്ത് കടന്നപ്പോൾ അവിടെ അടുത്ത തടസ്സം. വഴിമുടക്കി പോലീസ് ബാരിക്കേഡുകൾ. ആനയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം ബാരിക്കേഡുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അവസാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് നേതൃത്വം ഇടപെട്ട് പോലീസിനോട് ബാരിക്കേഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ടു. പൊതുജനത്തെ പോലീസ് രണ്ടായി തരംതിരിക്കാറുണ്ട്: പാസീവ് ക്രൗഡ് ആൻഡ് ആക്റ്റീവ് ക്രൗഡ്. പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും കാണുന്ന ജനക്കൂട്ടം പാസീവ് ക്രൗഡാണ്. പാസീവ് ക്രൗഡിന്റെ ഒഴുക്കിന് ഒരു താളമുണ്ട്. പോലീസിന് സാന്നിധ്യം ഉണ്ടായാൽ മതി, അനുസരണയോടെ ജനം നീങ്ങും. സമരങ്ങളിൽ കാണുന്ന ജനക്കൂട്ടമാണ് ആക്റ്റീവ് ക്രൗഡ്. പൂരപ്പറമ്പിലേത് ആക്റ്റീവ് ക്രൗഡാണ് എന്ന രീതിയിൽ സമീപിച്ച പോലീസിന് അവിടെ വീണ്ടും തെറ്റുന്നു. അനുഭവ പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അന്ന് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് എന്ന വിമർശനവും പിന്നാലെ ഉയർന്നു കേട്ടു. തൃശൂർ പൂരത്തെ നന്നായി അറിയാവുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാർ കമ്മീഷണർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതിനാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പൂരം സംഘാടക യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലായിരുന്നു. കലക്ടറും കമ്മീഷണറും നേതൃത്വം നൽകിയ യോഗങ്ങളിൽ അതൃപ്തിയുണ്ടായി. തൃശൂർ പൂരത്തിന്റെ സംഘാടകരോടുള്ള നിർദ്ദേശങ്ങൾ കടുത്തുപോയി എന്നും വിമർശനമായിരുന്നു. പൂരപ്പറമ്പിൽ പോലീസുമായുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കാരണം പൂരം നടത്തിപ്പ് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ കൈകളിൽ വന്നതോടെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടർന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊണ്ടുപോയ ദേവസ്വം ജീവനക്കാരെ വരെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആനയ്ക്ക് പട്ട നൽകാൻ പോയവരെയും തടഞ്ഞു. രാത്രിയിൽ പോലീസ് കൂടുതൽ കർക്കശക്കാരായി. തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ബാരിക്കേഡ് കെട്ടി ഒരാനയ്ക്ക് പോകാൻ മാത്രമായി നിയന്ത്രിച്ചതോടെ തർക്കം രൂക്ഷമായി. സ്വരാജ് റൗണ്ടിൽ പൂരം നടത്തിപ്പിൽ അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. തിരുവമ്പാടിക്കാർ പൂരത്തിൽ നിന്ന് പിന്മാറി. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് സുഗമമായി പോകാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡിവൈഎസ്പി പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനാൽ അവിടെ എതിർപ്പുകൾ ഉണ്ടായതുമില്ല. രാത്രിയിൽ പന്തലിലെ വെളിച്ചം ഓഫ് ചെയ്ത് വെടിക്കെട്ടിനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ തിരുവമ്പാടിക്കാരെ അണിനയിപ്പിക്കാൻ കലക്ടറെത്തുന്ന കാഴ്ച പിന്നീട് കണ്ടു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ. ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചർച്ച നടത്തി. ചർച്ചകൾ തീർന്നപ്പോൾ നേരം പുലർന്നു. വെടിക്കെട്ട് നടത്താൻ ഇരുകൂട്ടരും തീരുമാനിക്കുന്നു. ഒടുവിൽ ചരിത്രത്തിൽ ആദ്യമായി വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വെടിക്കെട്ട് പൊലിമയില്ലാതെ പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു. അപ്പോൾ അതാണ് കഴിഞ്ഞ പൂരക്കാലത്തുണ്ടായത്. ആ വിവാദങ്ങളുടെ അനുരണനങ്ങൾ ഇപ്പോഴും അത് പ്രേക്ഷകർ അറിയുന്നുണ്ടായിരിക്കും.